Hello friends. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ടോപ്പിക്കാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: x and y are two independent random variables. x follows binomial m1p and y follows binomial m2p. We have to find the distribution of x given x plus y. This is not x by x plus y, this is x given x plus y. We have to find the distribution of x given x plus y. Okay. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് ആണ് വിത്ത് പാരാമീറ്റേഴ്സ് m1p ആൻഡ് m2p. Then x plus y will follow binomial distribution with parameters m1 plus m2 and p by additive property of binomial distribution. Let me call it u. അപ്പോൾ ഇതിൻ്റെ സം u ബൈനോമിയൽ തന്നെയാണെന്ന് നമുക്കറിയാം with parameters m1 plus p and m1 plus m2 and p. Okay, but we have to find the distribution of x given x plus y. That is x given u. X plus y is u here. Okay, let me write f of x given x plus y, which is equal to f of x given u. X plus y നമ്മൾ u എന്നാണ് വിളിച്ചിരിക്കുന്നത്. x given u. By the definition of conditional distribution, f of x given u is f of x u divided by f of u. Conditional definition നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ f of x given u is equal to f of x u divided by f of u, which is equal to, ഇത് ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ട് തന്നെ f of x u നെ എനിക്ക് ഇങ്ങനെ എഴുതാം: പ്രോബബിലിറ്റി x ഈക്വൽ ടു x, u എന്ന് പറയുന്നത് x പ്ലസ് വൈ is equal to അനദർ വേരിയബിൾ ഞാൻ സ്മോൾ u എന്ന് കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ f of u എന്ന് പറയുന്നത് പ്രോബബിലിറ്റി u ഈക്വൽ ടു u. യുവിൻ്റെ മാത്രം ഡെൻസിറ്റിയാണ് f of u, വിച്ച് is equal to, ഇതിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആക്കി എഴുതണം. അതായത് ഇവിടെ ഒരു റാൻഡം വേരിയബിൾ വന്നാൽ അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഇവിടെ വന്നാൽ നമുക്കിതിനെ പ്രോഡക്റ്റ് ആക്കി എഴുതാം. പക്ഷേ ഇത് ഇൻഡിപെൻഡൻ്റ് അല്ല. ഇപ്പോൾ എക്സും എക്സ് പ്ലസ് വൈയും ആയതുകൊണ്ട് തന്നെ, എക്സ് രണ്ടിടത്തും ഉള്ളത് കൊണ്ട് തന്നെ എക്സും എക്സ് പ്ലസ് വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല. ബട്ട് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വൈയുടെ ഇൻഡിപെൻഡൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ വൈ വന്നാൽ നമുക്കിതിനെ പ്രോഡക്റ്റ് ആക്കി എഴുതാം. സോ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു എക്സ്, y ഈക്വൽ ടു യു മൈനസ് എക്സ് എന്ന് എഴുതാം. യു മൈനസ് ക്യാപിറ്റൽ എക്സ് ആണ്, ബട്ട് ക്യാപിറ്റൽ എക്സ് is സ്മോൾ എക്സ് ഹിയർ. സോ യു മൈനസ് എക്സ്. നൗ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ഈ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി യു മൈനസ് എക്സ് എന്ന് എഴുതേണ്ടതായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ആയതുകൊണ്ട് ഇതിനെ ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി യു is equal to u. Now, this probability statement can be written as a product P of x equal to x into probability y equal to u minus x divided by probability u is equal to u. Okay, now we know that x follows binomial distribution. So, probability x equal to x will be a binomial PDF with the variable x. That is m1 cx p raised to x q raised to m1 minus x. Okay. Now y is another binomial random variable, but the variable will be u minus x because y is equal to u minus x എന്നാണ് probability statement. അപ്പോൾ y is equal to u minus x ന്റെ probability വേണം എഴുതാൻ. അതായത് നമുക്ക് തന്നിരുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ് ഇത്രയും. എക്സ് ഫോളോസ് ബൈനോമിയൽ m1p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് m1 cx p റൈസ് ടു എക്സ് q റൈസ് ടു m1 മൈനസ് എക്സ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂസ് 0, 1, 2 അപ് ടു m1. ആൻഡ് y ഫോളോസ് ബൈനോമിയൽ m2p ആയതുകൊണ്ട് പ്രോബബിലിറ്റി y ഈക്വൽ ടു y m2ഉം പിയും വെച്ചുള്ള ഒരു ബൈനോമിയൽ ഡെൻസിറ്റി ആയിരിക്കും. m2y p റൈസ് ടു y q റൈസ് ടു m2 മൈനസ് y. നൗ യു എക്സ് പ്ലസ് വൈ ആണ്, അത് ബൈനോമിയൽ m1 പ്ലസ് m2p ആണ്. അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇങ്ങനെ വരും: m1 plus m2u p raised to u q raised to m1 plus m2 minus u.
ഈ റിസൾട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. Okay, here now probability x equal to x നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1 cx p raised to x q raised to m1 minus x. Now probability y equal to u minus x ആണ്, but we have probability that y equal to y, so y should be replaced with u minus x and the same function. So m2c u minus x p raised to y q raised to m2 minus y divided by probability u equal to u. Our density function ഇതാണ് m1 plus m2 cu p raised to u q raised to m1 plus m2 minus u. Okay, now here p raised to x and p raised to y. Here we have p raised to u. U is actually x plus y. X plus y ക്കാണ് നമ്മൾ u ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. So these terms can be cancelled out. Okay, now here q raised to m1 minus x and q raised to m2 minus y. Totally q raised to m1 plus m2 minus x plus y. X plus y is u, that is q raised to m1 plus m2 minus u. These terms will be cancelled out. And finally we will have m1 cx m2 cu minus x divided by m1 plus m2 cu. This is the final density function we get. Actually this is f of x given x plus y. This is the density, conditional density of x. So we have to find the range of x. X equal to, we know that x follows binomial m1p. So x, range of x will be 0, 1, 2, 3 up to m1. This is a probability density function of hypergeometric distribution. Hypergeometric distribution. So the conditional distribution of x given x plus y will follow a hypergeometric distribution. Thank you for watching.